ഇവിടെ ജനാധിപത്യ രൂപത്തിൽ ഭരണത്തിൽ വരികയും അവർ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് MLA യും മന്ത്രിയും ഒക്കെ ആയി മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ പ്രവർത്തന മേഖലയിൽ സൂക്ഷ്മത പുലർത്താൻ വേണ്ടി കൊടുത്ത നിർദ്ദേശമായിരുന്നു ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നുള്ള ചിന്ത നമുക്ക് വേണം. അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആളുകളാണ് എങ്കിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചു കൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഒരു കൃത്യമായ ഓർമ്മപ്പെടുത്തൽ പണ്ഡിതൻ എന്ന നിലയിൽ ഹുസൈൻ സലഫിയുടെ കർത്തവ്യം നിർവഹിച്ചു എന്നതിൽ താങ്കൾ എന്തിനാണ് ഇത്ര ബേജാറാകുന്നത്, താങ്കൾ എന്തിനാണ് ഇത്ര അസ്വസ്ഥനാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ തന്റേതായ സ്വത്വത്തെ, തന്റേതായ ഐഡന്റിറ്റിയെ നിലനിർത്തേണ്ടവരാണ്. ഒരു രാജ്യത്ത് എന്താണ് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അത് ആ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അനുസരിച്ച് കൃത്യമായി നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ അതിനേക്കാൾ നിങ്ങൾക്ക് വലിയ ഒരു കടമയുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിൽ 5 നേരം നിസ്കരിക്കുമ്പോൾ ഞാനിതാ എല്ലാം നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു, ഞാൻ യഥാർത്ഥ മുസ്ലിമാണ്, ഞാനൊരിക്കലും ബഹുദൈവാരാധനയുടെ പിറകെ പോവുകയില്ല എന്ന ഒരു പ്രതിജ്ഞ കൂടി നിങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതു ചടങ്ങുകളിലും ബഹുദൈവാരാധന മാത്രമല്ലല്ലോ, മുസ്ലിം ആകുന്നതോടുകൂടി നിർബന്ധമാകുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലും ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടതും ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഗൗരവത്തോടെ കാണേണ്ടതുമായ ഒരു കാര്യത്തെക്കുറിച്ച് ഹുസൈൻ സലഫി ഹഫളുല്ലാഹ് പറയാനും കാരണമുണ്ട്. പല പ്രവർത്തനങ്ങളും ആ രൂപത്തിൽ ആകുന്നതിൽ പേടിച്ചുകൊണ്ട് തന്നെയാണ്. അത് അവർക്ക് ബോധ്യപ്പെടുത്തുക. അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ബഹുദൈവാരാധനയുടെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പങ്കാളികളാകരുത്, അതിൽ നമ്മൾ ചേർന്ന് നിൽക്കരുത് എന്ന് മാത്രമാണ്. അതിനർത്ഥം പൊതുപരിപാടികളൊന്നും പങ്കെടുക്കരുത് എന്നോ പൊതുപരിപാടിയിൽ പങ്കെടുക്കൽ തെറ്റാണ് എന്നോ ഒന്നും അല്ലല്ലോ. പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കണം. പക്ഷേ ബഹുദൈവാരാധനയുടെ ഭാഗമായി നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ പൂജകൾ നടക്കുകയാണെങ്കിൽ അതിൽ നിന്ന്, വിളക്ക് കത്തിക്കുന്ന പോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് അതിനൊക്കെ മാറി നിൽക്കണമെന്ന് പറഞ്ഞു. അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അത് പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്വ നിർവഹണം നടത്തുന്നു എന്നതിനപ്പുറം താങ്കളുടെ ബേജാർ എന്തിനാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്.